സാഹിത്യകാരൻ വിജയനാണ്. വിജയൻ പറയാണ് എന്തെന്നറിയോ, ഞാൻ വലിയ ലേഖനം എഴുതി, അത് ഞാനാണ് എഴുതിയതെന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെ ഞാനത് മാതൃഭൂമിയിലേക്ക് അയച്ചു. മാതൃഭൂമിയിൽ വെട്ടിയിട്ട് തിരിച്ചയച്ചപ്പോൾ എനിക്ക് മാതൃഭൂമിയുടെ എഡിറ്ററോട് ദേഷ്യം തോന്നി. പിന്നീട് ഞാൻ അയച്ചു വേറൊന്ന്, അതും അയാൾ വെട്ടി അയച്ചു. ഞാൻ പിന്നെയും പണിയെടുത്തു. കുറെ കൊല്ലം പണിയെടുത്തപ്പോഴാണ് ചെറിയൊരു ചെറുകഥ പ്രസിദ്ധീകരിച്ചത്. ഇതെന്നെ ത്വരീഖത്ത്. മനസ്സിലായില്ല. ചില ആളുകൾ എന്താവുന്നറിയോ, അവന്റെ മനസ്സിന്റെ ക്യാൻവാസിൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ട് അവൻ ഏറ്റവും വലിയ ഷേക്സ്പിയറിനെ പോലത്തെ സാഹിത്യകാരനാന്ന് പറഞ്ഞ് വെടച്ചി നടക്കും. എഡിറ്ററെ മുന്നിലാണ് എത്തുമ്പോഴേ വിട്ടുള്ളൂ. അത് പറഞ്ഞത് മനസ്സിലായോ? എഡിറ്ററെ മുന്നിലേക്ക് സാധനം കൊടുക്കാത്ത കാലത്തോളം നമ്മളൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ അത് തന്നെ. കൂടുതൽ വാർത്താനം പറയേണ്ട ആവശ്യമില്ല. അത് തന്നെ എഡിറ്ററെ മുന്നിലേക്ക് എത്തണം, അപ്പോൾ തിരിയും. അപ്പൊ എഡിറ്റർ ശുദ്ധീകരിച്ചു, പിന്നെയും പണിയെടുത്തു. ഞാൻ ബേജാറായി. ഞാൻ തഞ്ചാവൂരിലേക്ക് നാട് വിട്ടു. എന്റെ ലേഖനം മാതൃഭൂമി വലിച്ചെറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ മാറിയിരുന്നു. പിന്നെ ഇരുന്ന് എഴുതി. അപ്പൊ ചെറുകഥ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഞാൻ സാഹിത്യകാരന്മാരുടെ കൂട്ടുകാരനായി. അവര് എങ്ങനെ എഴുതുന്നു എന്ന് പഠിക്കാൻ തുടങ്ങി. കേരളം 947 ശേഷം അയാളെ പോലത്തെ സാഹിത്യകാരനെ കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് തവണ എഡിറ്റർ അയാളെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അയാളാണ് മുറബി. എഡിറ്റർ മുറബി എന്ന് പറയും. മനസ്സിലായോ? ദീനിലെ മുറബി അല്ല. അപ്പൊ എന്തിനുണ്ട് എന്ത് പറ, എന്തിനുമുണ്ട് എന്ത് മുറബി ഇല്ലാത്ത കാലത്തോളം നമ്മളാണ് ദുനിയാവിലെ ഏറ്റവും വലിയ മഹാൻ എന്ന് തോന്നും. അവിടുന്ന് താഴെ ഇറങ്ങാൻ മനസ്സില്ലാത്തവരൊക്കെ ത്വരീഖത്തിനെ നിഷേധിക്കും. അതെന്നെ എന്റെ ആളെ മുന്നിലാണ് എത്തിയാലേ നിങ്ങളൊക്കെ പറയും കാസിമി തിരക്കടില്ല. നേരെ മറിച്ച് എന്റെ ആള് വാതിലണ്ട് അടച്ചിട്ട് ദൂരൊക്കെ ചവിട്ട് തരോടെ തന്നെ ഞാൻ എന്തൊക്കെ അവിടുന്ന് വിളിച്ച് പറഞ്ഞറിയുമ്പോഴേ ഞാൻ ചെറുതാവുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ജനം എന്റെ കൈയാണ് മുത്തുക. കാരണം ഞാനാണല്ലോ വലിയ വർത്താനം പറയുന്നത്. ജനത്തിന് പണ്ടും ബുദ്ധിയില്ല, ഇപ്പോഴും ബുദ്ധിയില്ല, ഇങ്ങോട്ട് ബുദ്ധി ഉണ്ടാവില്ല. ഇല്ല നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചു ഒരു കാര്യമല്ല. പണ്ടത്തെ ജനത്തിനും ബുദ്ധിയില്ല, ഇന്നത്തെ ജനത്തിനും ബുദ്ധിയില്ല. അതുകൊണ്ട് ഹംക്കാലിടയിൽ വലിയതായി നടക്കണ്ട. യഥാർത്ഥ ആളടുത്തണ്ട് എത്തിയപ്പോ എന്റെ സ്വഭാവമാണ് തിരിയും. അലിയുൽ ഖവാസ് ആ പള്ളിയുടെ മുന്നിൽ ഇരുന്നത് കൊണ്ട് ഷാറാനി ഉണ്ടായി. സൈനബ് എന്ന് പറഞ്ഞ് സൈനബിനെ പുറത്ത് കവച്ചും വെച്ചിട്ട് സൈനബാനെ ഇരുത്തിയിട്ട് മനസ്സിലായോ? ഇതന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം താമസിച്ചു. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇങ്ങനെ 10 ഭാഗം പറഞ്ഞാലും തീരാത്തതാണ് തസവുഫ്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയാം. മുത്തസവിഫീങ്ങൾ ആക്ഷേപിക്കണ്ട. ആക്ഷേപിച്ചാൽ അള്ളാഹു അതിലേക്കുള്ള നിന്റെ വാതിലടക്കും. ഞാൻ പലരോടും പറയാറുണ്ട്, അള്ളാഹു തന്നൊരു തൗഫീഖ് കൊണ്ട്. ചില ആളുകൾ വിമർശിക്കാൻ പറയും, നീ വിമർശിക്കണ്ട, മഹത്വം പറയണ്ട, വിമർശിക്കും വേണ്ട, തവക്കുഫിലായിക്കോ, മിണ്ടണ്ട. അള്ളാഹു ഒരാളെ കുരുത്തക്കെട് എന്തിനാ നിനക്ക് തരുന്ന? അള്ളാഹു തല കാത്തിരക്ഷിക്കട്ടെ. നീ അതിനാളല്ലല്ലോ. മിണ്ടണ്ട, നീ മിണ്ടണ്ട. മധുഹും വേണ്ട, അവർക്കും വേണ്ട. അവർക്ക് നിന്റെ മധുവിന്റെ ആവശ്യമല്ല. ഒയക്കൂനും മധുഹും ഒലമ്മുഹും സവ. അവർക്കും വേണ്ട. എന്തിനാ മിണ്ടണ്ട. പിന്നെ ദുനിയാവിന്റെ മൻസബ് കണ്ട് വലിയതാകണ്ട. ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ എന്തൊക്കെ പറയുന്നത്? എന്താ കുറെ ആള് പറഞ്ഞല്ലോ അവിടെ. ശ്വാസം വിടാതെ ഒരാൾ കുറെ അവിടെ ഇരുന്ന് പറഞ്ഞല്ലോ. ഈ ജാതി ആളുകളെ പിടിച്ചു കെട്ടാതെ ഈ സമുദായം നന്നാവില്ല. അങ്ങോട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയാ? ഖുർആനിന്റെ ആലിഫിന്റെ സിർ അറിയോ കുട്ടിയെ? നമുക്ക് ഖുർആന്റെ പണ്ഡിത് എന്ത് പറയുന്നത്? എന്താ വിചാരിച്ചത്? എന്റെ ഖുർആൻ ഞാന് ഒരു മദ്ഹ് കേട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാത്തൊരു മജ്ലിസ് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അടുത്ത കാലത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ ഒരൊറ്റ വാക്ക് മതിയാവും. എന്റെ രീതി എന്താണ്? അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒരാളും എന്നെ പറ്റി ഒരു വാക്ക് പറഞ്ഞപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. കാരണം അതിലൂടെ ദാഖിലാവും മറ്റവൻ.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലാ ഹൗല വലാ ഖുവത. അല്യതാവണ്ട, സാലിഹ്യങ്ങളെ കുരുത്തക്കേട് വാങ്ങും വേണ്ട. അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് ചെയ്തോടെ കാലിന്റെ ചോട്ടിൽ അഭയം തേടിക്കോ, അല്ലെങ്കിൽ രക്ഷപ്പെടൂല. ദുനിയാവിൽ കുറെ ആളുകൾ ദുനിയാവിന്റെ പള്ളയപ്പന്മാരേറ്റിയും കൊണ്ട് നടക്കും. അത് ദുനിയാവിന്റെ പള്ളയപ്പന്മാര് തരുന്ന മൻസബ് ഉണ്ടാവും. മാലഹാ മിൻ ഖറാർ, അതിനൊന്നും നിലനിൽപ്പില്ല. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.